പിണ്ടനൂറ് ദോഷമുണ്ടെങ്കിൽ അങ്ങനെ വരാം. ചില കരിനാൾ നക്ഷത്രങ്ങളെ കൊണ്ട് അങ്ങനെ വരാം. മൃത്യുവിനെ ഒരാളുടെ മരണം കൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർക്കെല്ലാം ദോഷങ്ങൾ ഉണ്ടാകുന്നത്? ഒരാളുടെ മരണം കൊണ്ടല്ല, അയാൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നിൽക്കണേ. അവർക്ക് ബലികർമ്മങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ആ ദോഷങ്ങൾ അതോടൊപ്പം തന്നെ പോകേണ്ടതല്ല. അങ്ങനെയില്ല. പ്രേതത്തിന് അനുകൂലമായി എന്നല്ലേ ഉള്ളൂ, സംഭവിച്ച കാര്യത്തിന് പരിഹാരമായില്ലല്ലോ. എന്തൊക്കെ അനുഭവിക്കേണ്ട എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ തീരുമാനിക്കാം. തകർന്നിരിക്കുന്നു എന്ന് തോന്നുന്നത് ഇത്തരത്തിലുള്ള ബാധാദോഷങ്ങളുടെ എഫക്റ്റ് മുഴുവനല്ല, അത് അവനവൻ്റെ വ്യക്തിപരമായ ദോഷം കൊണ്ടാവാം. എല്ലാം ഔട്ട്സൈഡിൽ നിന്നുള്ള ദോഷങ്ങളായിട്ട് പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടുള്ള ദോഷം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ദോഷം വെച്ചാൽ നമ്മുടെ സമയദോഷങ്ങൾ മോശമായിട്ട് ഇപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തകർന്നിരിക്കുന്നു എന്ന് തോന്നുന്നത് ഇത്തരത്തിലുള്ള ബാധാദോഷങ്ങളുടെ എഫക്റ്റ് മുഴുവനല്ല, അത് അവനവൻ്റെ വ്യക്തിപരമായ ദോഷം കൊണ്ടാവാം. എല്ലാം ഔട്ട്സൈഡിൽ നിന്നുള്ള ദോഷങ്ങളായിട്ട് പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടുള്ള ദോഷം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ദോഷം വെച്ചാൽ നമ്മുടെ സമയദോഷങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ ദോഷങ്ങൾ. ഇപ്പോൾ നിരന്തരം മാതാപിതാക്കളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു വളർന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും മാനസികമായൊരു ബലക്ഷയമുണ്ടാകും. കാരണം കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങൾ അയാൾക്ക് അങ്ങനെയാണ്. അപ്പോൾ ആ അനുഭവങ്ങളെ കൊണ്ട് അയാൾക്ക് ഊർജം ഇല്ലാത്തൊരവസ്ഥ വരും, എല്ലാത്തിനും ഭയം വരും. കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുമ്പിൽ ഭയപ്പെട്ട് അതൊരു ശീലമായി വന്ന് പിന്നീട് ഒന്നിനും ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് അയാൾ വലുതായാലും അയാൾ അങ്ങനെ വരും. അതായത് കുട്ടിക്കാലത്ത് രക്ഷകർത്താക്കളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ അത് അവർ വളരുമ്പോൾ അത് അവർക്ക് ദോഷമായിട്ട് വരും. അത് വരും, തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ നല്ലൊരു ജീവിക്കാനുള്ളൊരു നല്ല ഒരു രീതിയിലുള്ള ഒരു ഇത് കൊടുക്കണം അവർക്ക്. അങ്ങനെ വേണം വളർത്തിക്കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഇന്നാണെങ്കിൽ പോലും ഇന്ന് പല വിഷയങ്ങളും വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് പലരും കമൻ്റ് ഇടാറുണ്ട്, ചെറുപ്പത്തിലെ ഇവനെയൊന്നും അടിച്ചു വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്, ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ അടികൊണ്ട് വളർന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ വേറൊരു കാര്യമുണ്ട്. അടിച്ചു വളർത്തുക എന്നുള്ളത് വെച്ചാൽ ഭേദനം ചെയ്യുക എന്നുള്ളത് അടിയിൽ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ മാതാപിതാക്കൾക്ക് പണ്ടത്തെ മാതാപിതാക്കളേക്കാൾ ഒരു വ്യത്യാസമുള്ളത് കുട്ടികളോട് ഒരു ഭയങ്കര ഇൻറ്റിമസി ഉണ്ട്. മക്കളെക്കുറിച്ച് എപ്പോഴും വേവലാതിപ്പെടുകയും മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഇവരുടെ കൺട്രോളിൽ തന്നെ നിർത്തുകയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളാണ് അധികം പേരും. അതുകൊണ്ട് മക്കൾ പുറത്തേക്കൊന്ന് പോയാൽ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അവർ വരുന്നവരെ ഇവർക്ക് ആധിയും അങ്ങനെയുള്ള മാതാപിതാക്കളാണ് കൂടുതലുള്ളത്. തീ തിന്നിരിക്കുന്ന മാതാപിതാക്കൾ എന്ന് പറയും, തീ കഴിച്ചിരിക്കുന്ന മാതാപിതാക്കൾ. അപ്പം അങ്ങനെയുള്ളവർ ഇവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെയാണ് വളരുന്നത്. അപ്പം ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കാതെ വരുമ്പോൾ ഈ അടിക്കാത്തതിന് തുല്യമായി. അങ്ങനെയുള്ള കുട്ടികൾക്കും വിഷയമാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തുന്ന, ഒരുപാട് സ്നേഹം വല്ലാതെ കൊടുത്ത് സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നാൽ, സ്നേഹം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കാതെ വളർത്തിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വലുതായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കില്ല. പക്ഷേ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അവരെ സ്നേഹിക്കുന്നത് പോലെയല്ലേ അത്? എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? സ്നേഹിക്കുന്നതോടൊപ്പം അവരുടെ മനസ്സ് പുളി കാണാൻ രക്ഷകർത്താക്കൾ തയ്യാറാവണം. കുട്ടി തന്നെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം കുട്ടി എന്ന് സ്വയം പര്യാപ്തത കുട്ടിക്ക് വളർത്തി എടുത്തുകൊണ്ട് വേണം സ്നേഹിക്കാൻ. മറ്റേ സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥ സ്നേഹമാണ്, അവനവൻ്റെ സ്നേഹം. അത് സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്കൊരു സ്വാർത്ഥമായ സ്നേഹം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. അപ്പോൾ നമ്മളെ ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക, കുട്ടി മുറ്റത്ത് ഓടി കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓടി കളിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് നിർത്തും. കാരണം എന്താ, അത് വീണാൽ എൻ്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ടാണ് ഞാനത് ഓടരുതെന്ന് പറയുന്നത്. അയൽവക്കത്തെ കുട്ടി ഓടുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല, കാരണം എനിക്കത്ര വേദനിക്കില്ല. അപ്പം ഈ ഒരു സ്വാർത്ഥത സ്വാഭാവികമായി അമ്മമാർക്ക് കുട്ടികളിലും അച്ഛന്മാർക്ക് കുട്ടികളിലൊക്കെ ഉണ്ട്. സ്വാർത്ഥമായ സ്നേഹത്തിലൊരു സ്വാർത്ഥത അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതിൽ സ്വാതന്ത്ര്യം ഇല്ലാതാവുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മാക്സിമം സ്നേഹിക്കണം, സഹായിക്കണം, പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അറിവുണ്ടാക്കി കൊടുക്കണം. അതാണ് അവർ സ്വയം പര്യാപ്തത ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്താൽ അങ്ങനെ വരുന്നവർക്ക് വലുതായാൽ അവർ ഒറ്റക്കാലിൽ നിൽക്കും. അവർക്ക് ഇതിനൊന്നും ബാധകമല്ല, അവരുടെ മനസ്സൊന്നും ക്ഷീണിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് ചുറ്റിനും ഉണ്ട്. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ക്രൂരത ഏറ്റുവാങ്ങി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടാതെ വളരുമ്പോഴും
എപ്പോഴും മാനസിക വിഷമത്തോടെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ജ്യോതിഷപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാര ക്രിയകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഇവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റാൻ കഴിയുമോ? ഈ കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള പരിഹാരങ്ങൾ ജ്യോതിഷത്തിലുണ്ട്. അതെന്തൊക്കെയാണ്? അല്ല, അത് കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ അത് കൂടാതെ കുറേ ദോഷങ്ങൾ കൊണ്ടാണ് സംഭവിച്ചെങ്കിൽ മാറാനുള്ള പരിഹാരങ്ങളും ഉണ്ട്. അപ്പോൾ ദോഷങ്ങളെ കൊണ്ട് വന്നിട്ടുള്ളതിനുള്ള പരിഹാരങ്ങളും അയാളുടെ മനസ്സിനെ മാറ്റിയെടുത്താൽ മതി എന്ന് വിചാരിക്കുന്നതിനുള്ള ചില പരിഹാരങ്ങളും ജ്യോതിഷത്തിൽ സ്വാഭാവികമായിട്ടുണ്ട്. അത് ഓരോ ജ്യോത്സ്യന്മാരാണ് നിശ്ചയിക്കുന്നത്. എന്താണെന്ന് ഞാനല്ല പറയേണ്ടത്. ഓരോരുത്തരും അതായത് നോക്കുന്ന ജ്യോത്സ്യന്മാർക്ക് ഓരോ അതിനൊരു നിയമമുണ്ട്. അവർ അങ്ങനെ നോക്കി കണ്ടുപിടിക്കും. ഇത് കർമ്മദോഷം കൊണ്ടാണോ ഉണ്ടാകുന്നത്? കർമ്മദോഷം കൊണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. കർമ്മദോഷം കൊണ്ട്, എല്ലാം കർമ്മദോഷം കൊണ്ടല്ല. കാരണം നമ്മളുടേതല്ലാത്ത കർമ്മം കൊണ്ട് അനുഭവിക്കുന്നതാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ വലുതായി വന്നു, അപ്പോഴും മനസ്സിനൊരു ബലമില്ലാതെ വന്നു. കുട്ടിക്കാലത്തെ ആ ഭീകരമായ ജീവിതത്തിൽ ഭയപ്പെട്ട് വിഭ്രാന്തിയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ കർമ്മഫലമല്ലല്ലോ, അയാളുടെ കുടുംബത്തിനുള്ള കർമ്മഫലമല്ലേ. അപ്പോൾ അയാളെ വേണ്ട പോലെ വളർത്തിയില്ല എന്നുള്ളത് അയാളുടെ മാതാപിതാക്കളുടെ കുഴപ്പമില്ല. അല്ല, നമ്മുടെ ഒരു ഹിന്ദു കൾച്ചർ അനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം നമ്മുടെ കർമ്മഫലവും മറ്റുള്ളവർ അപ്പോൾ പലരും ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട്, നിനക്ക് മോക്ഷത്തിലേക്കുള്ള പ്രാപ്തിയാണ്, നീ ഇതുകൊണ്ട് അനുഭവിച്ച് തീരുകയാണ് ഈ ജന്മത്തിലെന്ന് പറയുന്നുണ്ട്. ചിലർ പറയും അതിൻ്റെ കർമ്മദോഷമാണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് കർമ്മദോഷം? കർമ്മം രണ്ട് തരം അങ്ങനെ കണക്കാക്കാം. ഒന്ന് വരുത്തി വയ്ക്കുന്ന കർമ്മം, ഒന്ന് വന്ന് ഭവിക്കുന്ന കർമ്മം. വന്ന് ഭവിക്കുന്ന കർമ്മങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മരണം വന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കുഴപ്പമില്ല, മരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, വന്നു പോയി. നമ്മുടെ ഡിയർ ആൻഡ് നിയർ ആയിട്ട് ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു, അത് അയാളുടെ കർമ്മമാണ്, നമ്മുടെ കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഓടിപ്പോകുമ്പോൾ മറിഞ്ഞു വീണു, അത് നമ്മളേതായിട്ടുള്ളൊരു പ്രശ്നമാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നിട്ടുള്ളതാണ്. അതിനെ കർമ്മത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള അനുഭവ രീതികൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. അല്ല, ഇത് അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ എന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് പറയും. പക്ഷെ മറ്റൊരാൾക്ക് അത് വരികയാണെങ്കിൽ അവൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണെന്ന് പറയും. അത് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലം എന്ന് പറയാൻ വയ്യ, അവനവൻ്റെ പ്രവൃത്തിയോട് ദോഷങ്ങളെ കൊണ്ടാണ് അതൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അനുഭവിക്കേണ്ട എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ തീരുമാനിക്കാം. പിന്നെ നമ്മുടെ പ്രവൃത്തി മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ പ്രവൃത്തിയും കൂടി നമുക്ക് ദോഷമായിട്ട് വരും. മുഴുവൻ നമ്മുടെ മാത്രമല്ല. അതിനാണ് കുടുംബത്തിൻ്റെ സുകൃതം എന്ന് പറയുന്നുണ്ടല്ലോ. അത് മുജ്ജന്മ സുകൃതമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ളതല്ല, കാരണവന്മാരാരോ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമാണ് ഒരു ഡെപ്പോസിറ്റായിട്ട് കുടുംബത്തിലുണ്ടായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദുരിതം. കാരണവന്മാരെന്തോ ദുരിതം ചെയ്തു, അതിൻ്റെ ഫലം നമ്മൾ തലമുറകളായിട്ട് അനുഭവിക്കും. അതൊക്കെ കർമ്മഫലമാണ്. അതേപോലെ തന്നെ ചില മരണങ്ങൾ നടക്കുമ്പോൾ ഈ പിണ്ടനൂല് തെളിയുന്നു, അത് 3 തലമുറ നശിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. 3 തലമുറ നശിക്കാവുന്ന അങ്ങനെയൊന്നുമില്ല. അതിന് പിണ്ടനൂല് എന്ന് പറഞ്ഞൊരു ദോഷം ഉണ്ട്. ചില നക്ഷത്രങ്ങളിൽ മരിച്ചാൽ പിണ്ടനൂല് എന്നുള്ളതുണ്ട്, ചില നക്ഷത്രങ്ങൾ മരിച്ചാൽ വസുപഞ്ചക ദോഷം എന്നുള്ളതുണ്ട്, ചില തിഥികളിലായാൽ പഞ്ചമിയിലാണ് മരിച്ചെങ്കിൽ പഞ്ചമിയുടെ ദോഷമുണ്ട്. അങ്ങനെയൊക്കെ ദോഷങ്ങളുണ്ട്. അതൊക്കെ ആ ജീവിച്ചിരിക്കുന്നവരിലും ഓടുകൂടി തീരും, അല്ലാണ്ട് തലമുറകളിലൊന്നും. ചിലർ പറയും ഇന്ന പൂജകൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ ദോഷം മാറുകയുള്ളൂ. അല്ല, അത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മരണം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ഇരുമാസം വന്നിട്ട് മരിക്കാം. ഒരു മലയാള മാസത്തിൽ ഒരു മാസത്തിൽ മരിച്ചു, അടുത്ത അതിൻ്റെ അടിയന്തരം വരുമ്പോഴേക്കും അടുത്ത മാസമായി. അപ്പോൾ ഇരുമാസം അല്ലെങ്കിൽ ഇരുത്തിങ്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഷയിൽ പറയും. അത് വന്നാൽ ദോഷമാണ്. വീണ്ടും ഒരു മരണം ആ കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ് അതിനൊരു ഇത് പറയുക. പിണ്ടനൂറ് ദോഷമുണ്ടെങ്കിൽ അങ്ങനെ വരാം. ചില കരിനാൾ നക്ഷത്രങ്ങളെ കൊണ്ട് അങ്ങനെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വസുപഞ്ചക ദോഷം കൊണ്ട് 5 മരണം ഉണ്ടാവുമെന്നാണ് പറയുക. അവിട്ടം, ചതയം, പൂരുട്ട, ഉത്രട്ട, രേവതി, അങ്ങനെ 5 നക്ഷത്രങ്ങൾ മരിക്കുകയാണെങ്കിൽ വസുപഞ്ചക ദോഷമുണ്ട്. ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക്, പിന്നീട് മരണം എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കാണല്ലോ ദോഷമുള്ളത്. അപ്പോൾ അത് മരണം വരാതിരിക്കാനുള്ള മൃത്യുവിനെ. ഒരാളുടെ മരണം കൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർക്കെല്ലാം ദോഷങ്ങൾ ഉണ്ടാകുന്നത്? ഒരാളുടെ മരണം കൊണ്ടല്ല, അയാൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നിൽക്കണേ.
അല്ല, ഒരു നാളിൽ മരിച്ചത് കൊണ്ട് ഇവർക്ക് ഈ ദോഷങ്ങൾ വരുന്നത് നാളുകൾ നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ 3 നക്ഷത്രങ്ങൾ അശ്വതി, മകം, മൂലം, ഇത് 3ഉം ഒരു ബെൽറ്റിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇതിൽ 3 നക്ഷത്രക്കാർക്കും തമ്മിൽ പരസ്പരം ഒരു ബന്ധം അവിടെ ആ കുടുംബത്തിലുണ്ടാവും. അതുപോലെ തന്നെ ജീവിച്ചിരിക്കും തമ്മിലുള്ള ആ ബന്ധം പോലെ തന്നെ മരിച്ച ആളുടെ നാൾ മുതൽ ഈ ജീവിച്ചിരിക്കുന്നവർക്കും അതിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ വരാം. മരിച്ച ആളുടെ നക്ഷത്രം കൊണ്ട് മരിച്ചത് സമയത്തുണ്ടായിട്ടുള്ള ദോഷങ്ങളെ കൊണ്ട് ആദികൾ വന്ന് മരിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ബലികർമ്മങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ആ ദോഷങ്ങൾ അതോടൊപ്പം തന്നെ പോകേണ്ടതല്ല. അങ്ങനെയില്ല. ബലികർമ്മങ്ങൾ ഇടുമ്പോൾ മറ്റേ പ്രേതത്തിന് അനുകൂലമായി എന്നല്ലേ ഉള്ളൂ. സംഭവിച്ച കാര്യത്തിന് പരിഹാരമായില്ലല്ലോ. അതിന് മൃത്യുവിനെ ജയിക്കാനുള്ള പരിഹാരം ഇപ്പുറത്ത് വേറെ വേണം. രണ്ടും വേണം. അതുപോലെ സുഹൃതക്ഷയമാണ് ആ പ്രേതത്തിനെങ്കിൽ ആ പ്രേതത്തിന് സുഹൃതക്ഷയം വരാതെ മാറാനുള്ള പരിഹാരം വേണം. സുഹൃതക്ഷയം എന്ന് പറയുമ്പോൾ അതിന് ദുരിതം വരിക, പ്രേതത്തിനും ദുരിതം വരാം. സ്വാഭാവികമായിട്ട് ഒരാൾ മരിച്ചാൽ ആ പ്രേതം 12 ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടക്കും. 12 ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ ആ പ്രേതം 12 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള അർഹത നേടും. അപ്പം ലയിക്കില്ല, അർഹത നേടും. പക്ഷെ സുഹൃതം ചെയ്തവരൊക്കെ ആദ്യം ഭഗവാനിലേക്ക് എത്തും. ദുഷ്കർമ്മം ചെയ്തവരൊക്കെ പുറകിൽ ക്യൂ നിൽക്കും. ഇവിടെ ഒരു പ്രത്യേകത നോക്കേണ്ടത് 12 ദിവസം എന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രേത ദിവസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ 365 ദിവസമാണ്. അപ്പോൾ അവരുടെ 12 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 12 കൊല്ലം ആണ്. നമ്മൾ വർഷം ആണ്ടുബലി ഇടുന്നത് അവർക്ക് ദിവസവും ഭക്ഷണം കിട്ടലാണ്. അപ്പോൾ 12 കൊല്ലവും ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാവും, പ്രേതാത്മാവ് ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രേതബന്ധം നമുക്ക് വരുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 12 കൊല്ലവും ആത്മാവ് ഇവിടെ തങ്ങിയിട്ട് മാത്രമേ അതിന് മോക്ഷം കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ സാധാരണ ക്രമം. അതാണ്. അപ്പോൾ മറ്റൊരു സംശയമാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പുനർജന്മ കഥകൾ കേട്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ വീണ്ടും പുനർജനിച്ച് മനുഷ്യനായിട്ട് വരുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? 12 കൊല്ലം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഇത് സർക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ? ഒരാൾ മരിക്കണോ അപ്പുറത്ത് മരിക്കും ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ? അവർക്കൊക്കെ ഈ ക്രമമുണ്ടല്ലോ. അല്ല, ഈ 12 വർഷം ഇവിടെ നിന്നതിന് ശേഷം പിന്നീട് അവർ ആ പിതൃ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. അതെ. പക്ഷേ പിന്നെ എങ്ങനെയാണ് അവർ വീണ്ടും പുനർജനിച്ച് വരുന്നത്? അല്ല, അത് മനുഷ്യ ജന്മത്തിന് മുമ്പാണ് ഈ ധാരാളം ജന്മങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ജ്ഞാനപാനിയിലൊക്കെ കേട്ടിട്ടില്ലേ? മറ്റേ പുഴുവായിട്ടും മരമായിട്ടും പല അവസ്ഥയിൽ നമ്മളിങ്ങനെ കിടന്ന് വന്ന അവസാനം ഒരു മനുഷ്യജന്മം കിട്ടുകയാണ്. ആ മനുഷ്യജന്മത്തിൽ സൽക്കർമ്മം ചെയ്തവൻ ഭഗവാനിലേക്ക് വേഗം ലയിക്കും. ദുഷ്കർമ്മം ചെയ്തവൻ പ്രേതലോകത്ത് ദുരിതമായി നിൽക്കും. അപ്പോൾ 12 കൊല്ലം ദുരിതമായിട്ട് ഇവിടെ നിൽക്കും. 12 കൊല്ലമല്ല, 12 കൊല്ലം എങ്ങനെയായാലും നിൽക്കും. അതിപ്പോൾ എത്ര കൊല്ലം വേണമെങ്കിൽ നിൽക്കാം. അയാൾ ജീവിതത്തിൽ ചെയ്തിട്ട് ദുഷ്കർമ്മങ്ങൾക്കനുസരിച്ച് വരും. അതുകൊണ്ടാണ് കാരണവന്മാരൊക്കെ പറയാറില്ലേ, ഈ ജന്മത്തിലെയും നല്ലത് ചെയ്യുക, അടുത്ത ജന്മമെങ്കിലും നന്നായി വരട്ടെ, നീ നല്ല കാര്യങ്ങൾ ചെയ്യുക, അടുത്ത ജന്മമെങ്കിലും നന്നായി വരട്ടെ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ 12 കൊല്ലവും നമ്മളിപ്പോൾ നമ്മുടെ മരണപ്പെട്ട പിതൃക്കൾക്ക് വേണ്ടി ബലി ഇടേണ്ടതുണ്ടോ? അല്ല, മരണപ്പെട്ട പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലിയിൽ 12 കൊല്ലമല്ല, നമ്മുടെ ആയുസ് തീരുന്നവരെ നമ്മൾ ചെയ്യണം. കാരണം അത് ഒരു മനുഷ്യൻ്റെ ഷോഡശ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് പിതൃബലി നടത്തുക എന്നുള്ളത്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അത് നമ്മൾ ചെയ്തേ മതിയാവും. അല്ല, ആത്മാവിന് മോക്ഷം കിട്ടിയെങ്കിൽ മോക്ഷം കിട്ടിയാലും നമുക്ക് ബലിയിടാം. പിന്നീട് ബലിയിടേണ്ട ആവശ്യമുണ്ട്? പിന്നെന്താ, ബലി എപ്പോഴും ഇടാം. ആത്മാവിന് മോക്ഷം കിട്ടിയാലും. ബലി ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും? ബലി ഇട്ടില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ പലരും അതായത് മോക്ഷം കിട്ടിയിട്ടുള്ള പ്രേതത്തിന് പിതൃ ആയല്ലോ. അപ്പോൾ ഏത് ക്ഷേത്രത്തിലും ഒരു പിതൃ നമസ്കാരം കഴിക്കുമ്പോൾ അതിൻ്റെ അംശം അവർക്ക് കിട്ടും. നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മോക്ഷമാണ്. അവർക്ക് അല്ലാതെ തന്നെ അവർ തൃപ്തരാണ്. പക്ഷേ ഈ കർമ്മം ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട്. പിതൃബലി ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു കർമ്മത്തിൽപ്പെട്ട, മനുഷ്യൻ്റെ കർമ്മത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ ദോഷം നമുക്കുണ്ടാവും. അല്ല, പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ബലിയിടുന്നത് വളരെ ദുസ്സഹമായതുകൊണ്ട് പലരും 3 ദിവസം ഇടും, അല്ലെങ്കിൽ 5 ദിവസം, അല്ലെങ്കിൽ 9 ദിവസം, അല്ലെങ്കിൽ 16 ദിവസം ഇട്ടിട്ട് നിർത്തുകയാണ് ചെയ്യാറ്.
പിന്നീട് വർഷത്തിലൊരിക്കലാണ് ചിലരത് ചെയ്യാറുമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത്ര ദിവസം ബലിയിടേണ്ടതുണ്ടോ? ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര ദിവസം കൃത്യമായിട്ട് ബലിയിടേണ്ടതുണ്ടോ? അത് അതിൻ്റെ സാധാരണ നിലയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 16 15ഉം 16ഉമായിട്ടാണ് നോക്കണമെങ്കിൽ ഈ 15 ദിവസവും ബലിയിടണം. ഉം. അതാണ് അതിൻ്റെ നിയമം. മരിച്ച അന്ന് മുതൽ ബലിയിടണം. ശരിക്കും അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. പിന്നെ 41 ബലിയിടുന്നതും ഒരു വർഷം മുഴുവൻ ബലിയിടുന്നതും ഒക്കെ വളരെ വിശേഷമായിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആണ്ട് വരെ നമുക്ക് ബലിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിത്യബലി എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട്. ഇന്നത്തെ കാലത്ത് ആർക്കും സാധിക്കില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇത് നടപ്പിൽ വരുന്നില്ല. 41 ചെയ്യുന്നവർ പലരുമുണ്ട്. ഈ 16 ദിവസം കഴിഞ്ഞ് വന്നിട്ട് 41 ദിവസം മാത്രം ചെയ്യുന്നവരുമുണ്ട്. പിന്നെ ആണ്ടുബലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ സൗകര്യം പോലെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം 2 കാര്യങ്ങളാണ് നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ കാരണവന്മാർക്കാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു അവസാനമായ ഒരു കാര്യമാണ് ഈ പിതൃബലി എന്ന് പറയുന്നത്. അത് അവരോടുള്ള ഒരു താല്പര്യം കൊണ്ട് നമ്മൾ ചെയ്യണം.